ഇസ്ലാം മനുഷ്യനെ പടച്ച അല്ലാഹു നൽകിയ നിയമ സംഹിതയാണ്. ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ ആണും പെണ്ണും എടുക്കേണ്ട സ്വീകരിക്കേണ്ട നിയമങ്ങളും നിലപാടുകളും ഒന്നല്ല. ഒരാണിന് യോജിക്കാവുന്ന നിയമങ്ങളെയാണ് ആണിനോട് അല്ലാഹു തആല പറഞ്ഞത്. പെണ്ണിന് യോജിക്കാവുന്ന നിയമങ്ങളെയാണ് അല്ലാഹു തആല പെണ്ണിനോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച റബ്ബിനറിയാം ഈ രണ്ട് വിഭാഗത്തിനും ഗുണകരമായ ജീവിത രൂപമേത് എന്ന്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമുള്ള നിയമങ്ങൾ ഒന്നല്ല. എല്ലാ നിയമങ്ങളും രണ്ടുപേർക്കും ഒന്നല്ല. ചിലതിൽ വ്യത്യാസങ്ങളെ നമുക്ക് കാണാനാകുന്നുണ്ട്. ആ നിയമങ്ങളെ കൃത്യമായി അംഗീകരിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നത്. മനുഷ്യന്റെ പരിമിതികളുള്ള മനസ്സുകളെ കൊണ്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ അല്ലാഹുവിന്റെ നിയമം സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്നൊക്കെ തോന്നാനും കരുതാനും മനസ്സിലാക്കാനും സാധ്യതകളുണ്ട്. അങ്ങനെ തോന്നിയതിന്റെ ചില അനുഭവങ്ങളെയും നേർക്കാഴ്ചകളെയും ഇന്ന് നമ്മുടെ സമൂഹം നോക്കിക്കാണുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി ഒരു ഉമ്മാക്കും മകനും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഒന്നിച്ചിരുന്ന് ന്യൂസ് കേൾക്കാനോ പത്രം വായിക്കാനോ കഴിയാത്ത ഒരു വിധത്തിലാണ് മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ അത്രയും അശ്ലീലമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ചില ചിത്രങ്ങളെ, സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് വാദിക്കുകയും അവകാശപ്പെടുകയും അവരെ തെരുവിലിറക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത വിഭാഗം ആളുകൾ തന്നെ ആ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ വാർത്തകൾ ഓരോ സ്ത്രീകളും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്കാലത്തും വിശുദ്ധമായ ഇസ്ലാമിനൊരു നിലപാടുണ്ട്. ആ നിലപാട് ഇസ്ലാം വ്യക്തമാക്കിയപ്പോൾ പഴഞ്ചൻ കഥകളെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയും ഇസ്ലാമിനെ പഴിചാരുകയും ചെയ്ത ആളുകൾ, അത്തരം വിഭാഗക്കാരായ ആളുകളെല്ലാം ഇന്ന് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയും മനുഷ്യന് മുമ്പിൽ വിളിച്ചു പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കഥകളെ വായിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത ദിവസത്ത് സിനിമാ ലോകത്തുണ്ടായ നടന്മാരുടെയും നടികളുടെയും ചില വായിക്കാനാകാത്ത ചീഞ്ഞളിഞ്ഞ കഥകൾ, ഇനിയും ഒരുപാട് ചീഞ്ഞളിഞ്ഞ ഭാണ്ഡങ്ങൾ ഇവിടെ പൊട്ടിയൊലിക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രിയമുള്ളവരെന്തിനാണ് ഞാനിത് പറയുന്നത്? വിശുദ്ധ ഇസ്ലാം ഒരു നിലപാട് പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് ഹദീസിനെയും ഖുർആനിനെയും കൊന്നനം കുത്തിയവർ, ഈ മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, അവർക്കെല്ലാവർക്കും ഇന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും വിലയെന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം, ഇന്ന് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടനുസരിച്ച് ഒരുപാട് കഥകളെ പുറത്തു വരികയാണ്. നിങ്ങൾ നോക്കൂ, 2017 ഫെബ്രുവരി മാസത്തിലാണ് കൊച്ചിയിൽ വെച്ച് ഒരു സിനിമ നടി പീഡിപ്പിക്കപ്പെടുന്നത്.
അതിനോടനുബന്ധിച്ച് ആ സിനിമാ നടികളെല്ലാം കൂടിച്ചേർന്ന് WCC എന്ന പേരിലുള്ള ഒരു സംഘടന രൂപീകരിച്ചു. എന്നിട്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പരാതി കൊടുക്കുകയാണ് കോടതിയിൽ. അങ്ങനെ 2017 നവംബറിൽ ഹൈക്കോടതിയിലുണ്ടായിരുന്ന മുൻ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നു. അവരുടെ അധ്യക്ഷതയിലാണ് ഒരു ഹേമ കമ്മീഷൻ വരുന്നത്, 3 അംഗ സംഘം വരുന്ന. ആ കമ്മീഷൻ ഒരു പഠനം നടത്തി 6 മാസം കൊണ്ട് പഠനം നടത്തി റിപ്പോർട്ട് പറയാൻ പറഞ്ഞപ്പോൾ 6 മാസത്തിലും അപ്പുറം നീണ്ടുപോയി. ആ കേസ് അവരുടെ പഠനം 2019 ഡിസംബർ 31 അവര് ആ റിപ്പോർട്ട് സർക്കാരിന് നൽകിയത്. റിപ്പോർട്ട് നൽകിയപ്പോൾ 300 പേജുകളുള്ള റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ട് ചില സ്ഫോടനങ്ങൾ പുറത്തു വിട്ടുകഴിഞ്ഞാൽ ചില സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടാകും, അതുകൊണ്ട് അത് പുറത്തുവിട്ടില്ല. അവസാനം 4.5 വർഷങ്ങൾക്ക് ശേഷം 2024 ഓഗസ്റ്റ് 19 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വ്യക്തികളെ ബാധിക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് 300 പേജുള്ള റിപ്പോർട്ടിന്റെ 233 പേജ് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടിനാണ് ഈ ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പല പ്രധാനികളുടെയും പേരുകളെ വെട്ടിമാറ്റിയാണ് ഈ കേസിലെ വിവരങ്ങളെ പുറത്തുവിട്ടിട്ടുള്ളത്. ആ വിവരങ്ങൾ പുറത്തുവിട്ടതിന് അടിസ്ഥാനത്തിലാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പലരും സമൂഹത്തോട്, മീഡിയകളോട് ഈ കഥകളെല്ലാം വിളിച്ചു പറയുന്നത്. നിങ്ങൾ നോക്കൂ, എക്കാലത്തും വിശുദ്ധമായ ഇസ്ലാം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നൂറിൽ, ഉല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നിങ്ങൾ മുഅ്മിനീങ്ങളോട് ഖുർആൻ വിളിച്ചു പറയുകയാണ്, യഗ്ളൂ മിൻ അബ്സാരിഹിം, നിങ്ങളുടെ കാഴ്ചകളെ ഹറാമുകളിൽ നിന്ന്, അന്യ സ്ത്രീകളിൽ നിന്ന്, അന്യ പുരുഷന്മാരിൽ നിന്ന് നിങ്ങൾ താഴ്ത്തിക്കളയണേ. വയഹ്ഫളൂ ഫുറൂജഹും, അങ്ങനെ നോട്ടങ്ങൾ നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലൈംഗികതയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഗുഹ്യഭാഗങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഖുർആൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയെ നോക്കുന്നത് പോലും പാതകമാണ്. അതേ, ഒന്നാമത്തൊരു നോട്ടം അത് യാദർശികമായി എന്റെ ഉമ്മയാണോ, എന്റെ പെങ്ങളാണോ, എന്റെ ഭാര്യയാണോ, എനിക്ക് കാണൽ അനുവദനീയമുള്ള ആരെങ്കിലുമാണോ അല്ല എന്ന് മനസ്സിലായ ഉടനെ കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ആ പെണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണ് നമ്മളെ തിരിച്ചു കളയണമെന്നാണ് ഖുർആൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പോഴാണ് പുതിയ പാശ്ചാത്യരുടെ ചോദ്യം വരുന്നത്, എന്താ ഒരു പെണ്ണിനെ നോക്കിയാൽ കുഴപ്പം? ആ പെണ്ണിനെ കുറച്ചു നേരം നോക്കിയാൽ എന്താ കുഴപ്പം? ആ കുഴപ്പമാണ് ഇന്ന് അവരിൽ നിന്ന് പുറത്തു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാനാകുന്നുണ്ട്. അതെ, ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് അമ്പ് ചെയ്യുന്ന, വിഷമൂട്ടിയ അമ്പ് ചെയ്യുന്നത് പോലെയാണ്. അവിടെ ഇബ്ലീസ് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടം അത് ഹറാമായ നോട്ടമാണ്, അത് മാറ്റിവെക്കണേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ തറകഹു മഖാഫതി, ആരെങ്കിലും എന്നെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം കാഴ്ചകളെ മാറ്റിവെച്ചാൽ, അബ്ദൽതുഹു ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അവൻ ഈമാനിന്റെ മധുരം നുണയുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോട്ടം എന്നുള്ളത്
ഒരു പെണ്ണിനെ ആവശ്യമില്ലാത്ത നോട്ടം ഒരു പെണ്ണിനെ നമ്മൾ നോക്കുന്നത് അത് വലിയ കുറ്റമാണ് എന്ന് ഇസ്ലാം പറയുന്നു. എന്തിനാണത്? ആ പെണ്ണിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പെണ്ണിനെ മൂടുപടം ഇട്ട് ചാക്കിൽ പൊതിഞ്ഞു കൊണ്ട് നടക്കേണ്ടതാണോ എന്ന് പല പ്രാവശ്യവും ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തുന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ചാക്കിൽ കെട്ടി നടക്കേണ്ടവളാണോ പെണ്ണ്? ആ പെണ്ണിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അവളെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സ്പർശനം പോയിട്ടൊരു നോട്ടം പോലും നിങ്ങൾ നോക്കരുതേ. അതാണ് ഇസ്ലാം കൊടുത്ത സുരക്ഷ. നിങ്ങൾ നോക്കൂ, രണ്ടാമത് ഹബീബായ തങ്ങൾ പറയാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ. ഒരു പെണ്ണ് ഒരു അന്യപുരുഷനുമായി ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു സ്ത്രീ അന്യസ്ത്രീയും ഒരു അന്യപുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ, അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ അവരുടെ സഹോദരനോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം. ബാപ്പയോ സഹോദരനോ ഭർത്താവോ ഇങ്ങനെ വിവാഹബന്ധം ഹറാമായ ആളുകളില്ലാതെ ഒരു പെണ്ണ് അന്യപുരുഷന്മാർക്കിടയിൽ നിൽക്കാൻ പാടില്ല. വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ, ഒരു പെണ്ണ് അങ്ങനെ മഹ്റമില്ലാതെ യാത്ര ചെയ്യാനും പാടില്ല. നിങ്ങൾ നോക്ക്, ഇപ്പോൾ പീഡനങ്ങൾ അനുഭവിച്ച സിനിമാ നടികൾ അവര് ഷൂട്ടിങ്ങിന് വേണ്ടി ഒഡീഷയിലും മറ്റു സ്ഥലങ്ങളിലും പോയ സമയത്ത് ആ യാത്രകളിൽ അവർ മറ്റുള്ള അന്യ പുരുഷന്മാരോടൊന്നിച്ച് യാത്ര ചെയ്യുകയാണ്. അതുപോലെ തന്നെ രാത്രികളിൽ അവർ താമസിക്കുന്ന ഹോട്ടലുകൾ അവരുടെ കൂടെ മഹറമോ ഭർത്താവോ ഇല്ലാത്ത താമസങ്ങളാണ്. ആ ഇടങ്ങളിൽ വെച്ചാണ് ഈ പീഡനങ്ങൾ മുഴുവനും നേരിടേണ്ടി വന്നത് എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം എത്രത്തോളമാണ് സുരക്ഷ നൽകിയിട്ടുള്ളത് നിങ്ങൾ നോക്ക്. രണ്ട് സ്ത്രീ, ഒരു ആണും ഒരു പെണ്ണും ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ മൂന്നാമതായി അവിടെ ഇബ്ലീസ് കടന്നു വരുമെന്നാണ്, ശൈത്താൻ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സലാസഹുമാ ശൈത്താൻ, മൂന്നാമതായി ശൈത്താൻ അവിടെ വരും. അപ്പൊ ഒരു പെണ്ണും ഒരാണും ഒരു വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഓഫീസിൽ നമ്മുടെ മക്കള്, മരുമക്കള്, പേരമക്കള്, ഭാര്യമാര് ഒറ്റപ്പെട്ട രീതിയിൽ ഓഫീസുകളിൽ അന്യപുരുഷന്മാരോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രത, യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രതയാകണം. ഈ സമുദായം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കേവലം സിനിമാ രംഗത്ത് നിന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഏതൊക്കെ മേഖലകൾ സ്ത്രീയും പുരുഷനും മടികൂടാതെ നാണമില്ലാതെ ഇടപഴകുന്നുണ്ടോ ആ മേഖലകളിൽ നിന്നും മുഴുവനും ഈ ചീഞ്ഞളിഞ്ഞ ചാക്കിന്റെ ഭാണ്ഡം പൊട്ടിയൊലിക്കാനിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ ഇവിടെ ഒന്ന് പറയാം. ADR പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ സീറ്റിംഗ് MLA-മാരും MP-മാരിൽ നിന്നും 151 പേര് സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കഥകൾ വായിക്കാനുണ്ട്, തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ 151 പേരുടെ പേരിലാണ് ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള പീഡന കേസുകളുള്ളത്. എന്നാൽ ഈ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ വെളിപ്പെടുത്തുന്ന 16 MP-മാരും 135 MLA-മാരുമാണ് സ്ത്രീ പീഡന കേസ് പ്രതികളിൽ ആയിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ BJP പാർട്ടിയുടെ പ്രതിനിധികളാണ് ഏറ്റവും കൂടുതൽ അകപ്പെട്ടത് എന്നും പറയുന്നു. എവിടെ എത്തി നമ്മുടെ കാര്യം? എവിടെ എത്തി? ആരാണ് ഈ സമുദായത്തിന്റെ സ്ത്രീകളെ രംഗത്തിറക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഴുവൻ ആളുകളും ഇതിന്റെ പിന്നിലുള്ള വാക്കത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരും സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതല്ല, പിന്നിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ആ സമരം ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ആ റിപ്പോർട്ട് പറയുന്നു. നോക്കൂ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2022 കണക്കനുസരിച്ച് ഓരോ 3
മിനിറ്റിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഓരോ 29 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട്. ഓരോ 77 മിനിറ്റിലും ഒരു സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടാ വരുന്നത്. ഈ എവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുള്ളത്? ആരാ ഇനി സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? അതുകൊണ്ട് ഇന്നും ഇസ്ലാം വിളിച്ചു പറയാണ്, കീപ് യുവർ ഡിസ്റ്റൻസ്. നമ്മുടെ ഡിസ്റ്റൻസ് പാലിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. ഡിസ്റ്റൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ അപകടമുണ്ടാകും. ഒരു വാഹനം ഓടിക്കുമ്പോൾ റണ്ണിങ്ങിൽ ഇത്ര ഡിസ്റ്റൻസ് പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മുന്നിലെ വാഹനം ഷട്ടർ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപകടമുണ്ടാകും. ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കൃത്യമായി ഡിസ്റ്റൻസ് പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അപകടത്തിന് ഇടവരും എന്നതുപോലെ ഇസ്ലാം വിളിച്ചു പറയുന്നു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅദു മഹറമിൻ. മഹറമില്ലാതെ, അവളുടെ സ്വന്തക്കാരില്ലാതെ ഒരിക്കലും ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലമുണ്ടോ ആ കാലത്തോളം ഇതുപോലെയുള്ള പീഡനങ്ങളുടെ കഥകളെ നമ്മൾ വായിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ ഇനി ഇത് കേൾക്കാനുള്ളത്? എല്ലാ മേഖലയിലുമുണ്ട്. ഇനിയും ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണല് മാത്രമല്ല ഹറാം, പെണ്ണിനെ ഇങ്ങോട്ട് നോക്കുന്നതും ഹറാമാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ പഴയ കാലങ്ങളിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലേക്ക് എന്റെ അയൽവാസി കയറി വരണമെന്നുണ്ടെങ്കിൽ ഞാനുള്ള സമയത്ത്, ഞാൻ എന്നൊരു ആണവിടെയുള്ള സമയത്ത് എന്റെ അയൽവാസി വീട്ടിലേക്ക് വരൂ. ഇന്ന് ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ വീടിന്റെ ബെഡ്റൂം വരെ അയൽവാസിക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് തുറന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു, 2 ആഴ്ച മുമ്പ്. ഒരു മോളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്. ആ മോളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ മോള് കല്യാണം ഉറച്ചിട്ടുണ്ട്. 20 വയസ്സായ പെൺകുട്ടി 37 വയസ്സുള്ള ചെറുപ്പക്കാരനുമായിട്ടാ കല്യാണം ഉറപ്പിച്ചത്. നല്ല നിസ്കാരവും ദിക്റും സ്വലാത്തൊക്കെ ഉള്ള പെൺകുട്ടിയായിരുന്നു. മാതാപിതാക്കൾക്ക് യാതൊരു ഡൗട്ടും ആ മോളെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. ആ കുടുംബം വളരെ മോശത്തിലേക്കാണ് ഈ പെൺകുട്ടിയെ വിടാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, പറഞ്ഞിട്ട് ആ കുട്ടിയെ മനസ്സിലാക്കിയിട്ടൊന്ന് പിൻവലിച്ചൂടെ? അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ല ഇനി പറ്റില്ല. കാരണം തൊട്ടയൽവാസിയായ യുവാവാണ്. വിവാഹം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വിവാഹത്തിന് മുമ്പേ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ മാർഗമല്ല. എങ്ങനെ ഇതിന് സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഉമ്മയും ബാപ്പയും പുറത്തു പോകുമ്പോൾ മോളെ ഒറ്റക്ക് വീട്ടിലിരുത്തിയിട്ട് പോയിരുന്നു. അയൽവാസികൾക്ക് വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൂടുതലായിരുന്നു. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്, കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, കീപ് യുവർ ഡിസ്റ്റൻസ്. നിങ്ങളുടെ അയൽവാസിയാണെങ്കിലും, നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനാണെങ്കിലും, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനാണെങ്കിലും, നിങ്ങൾക്ക് സ്വന്തക്കാരായിരിക്കാം, പക്ഷേ നിങ്ങളെ വൈഫിന് അന്യനായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ വൈഫിനോട് ഒരിക്കലും ചേർത്ത് പിടിക്കാൻ പാടില്ലാത്ത ബന്ധമാണത്. ഇസ്ലാം പറയുന്നു, ആ ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഭാര്യമാരുടെ പ്രതികരണങ്ങളെ ഈ സിനിമാ നടികൾ മീഡിയകളോട് വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞാൽ പല ഭർത്താക്കന്മാരും മുഖമോടി അഴിച്ച് തല താഴ്ത്തി നടക്കേണ്ട സാഹചര്യം വരാനുണ്ട്. സൂക്ഷിച്ചോളണം. ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ലേ, നമുക്ക് നമ്മളതൊക്കെ സുരക്ഷിതാണെന്നൊരു ബോധ്യമുണ്ട്, തോന്നലുണ്ട്. നോ, നമ്മൾ അരുതായ്മക്ക് വരുമ്പോ നമ്മുടെ മക്കളെ നോ പറയാൻ പഠിപ്പിക്കണം. നമ്മുടെ ഭാര്യമാരെ നോ പറയാൻ പഠിപ്പിക്കണം. ഏത് ഇസ്ലാമിന്റെ നിയമത്തിലാണ് ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നത്? ഏത് മതമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ കൊണ്ടുപോവുകയാണ്. ജ്യേഷ്ഠന്റെ ഭാര്യയെ ബൈക്കിലിരുത്തിയിട്ട് അനുജൻ കൊണ്ടുപോവുകയാണ്, ജോലിക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ്. എവിടെ നിന്ന് പഠിപ്പിച്ചു മതം നമ്മുടെ സമുദായത്തെ? ഡിസ്റ്റൻസ് പാലിച്ചില്ല എങ്കിൽ ജ്യേഷ്ഠന്റെ മുമ്പിൽ വന്നൊരു കേസുണ്ട്. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജനുമായി ഗൾഫിൽ നിന്ന് നിരന്തരം വീഡിയോ കോൾ ചെയ്ത് അശ്ലീലങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം ഭർത്താവ് പിടിച്ച് ഡൈവോഴ്സ് ആക്കിയ കേസ്. ഇങ്ങനെ എത്രയോ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല.
നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാത്രിയിൽ പാതിരാത്രിയിൽ നമ്മൾ കടന്നിറങ്ങുമ്പോ ഇന്റർനെറ്റ് കണക്ഷൻ വഴി അശ്ലീല വീഡിയോ കോളുകൾ എത്രത്തോളം പാസ് ചെയ്യുന്നുണ്ട് എന്ന് ഓരോ സൂര്യൻ ഉദിക്കുന്ന സമയത്തും പുലർച്ചെ നമ്മുടെ മുമ്പിൽ പത്രങ്ങളിലൂടെ വരികയാണെങ്കിൽ ഇവിടെയുള്ള ഒറ്റ മനുഷ്യനും തലപൊക്കി നടക്കില്ല. ഇരുട്ടിന്റെ മറവിൽ എത്രയോ അശ്ലീലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ സമുദായത്തിന് വിപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറാനാകും? സമാധാനം എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. ഞാൻ നിർത്തുകയാണ്. ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ അവിടുത്തെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സ്വഹാബി കടന്നു വരുന്നു. ആരാണ് മഹാനായ സ്വഹാബി? കാഴ്ചയില്ലാത്ത മഹാൻ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, കൂടെ ഉണ്ടായിരുന്ന ഭാര്യയോടും വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ആ സ്വഹാബി കടന്നു വരുന്നുണ്ടല്ലോ. ഫഖുൽതു, അപ്പോൾ ഉമ്മു സലമ ബീവി ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അലൈസ ഹുവ ആമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, നബിയെ കണ്ണ് കാണാത്ത ആളല്ലേ വരുന്നത്, അദ്ദേഹം ഞങ്ങളെ കാണൂല, ഞങ്ങൾ ഇവിടെ അറിയില്ല, പിന്നെ ഞങ്ങൾ എന്തിനു മാറി നിൽക്കണം നബിയെ എന്ന് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫഅംയാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അവർ അന്ധനാണെങ്കിലും നിങ്ങൾ കാഴ്ചയുള്ളവരല്ലേ, നിങ്ങൾ അങ്ങോട്ട് കാണുകയില്ലേ, അത് തെറ്റാണ്, നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് ഈ ലോകത്തോട് കുടുംബകഥയായി വിളിച്ചു പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മതം പഠിപ്പിച്ചത്. ഇത്രയും കർശനമാണ്. അന്യപുരുഷന്മാർ അന്യ സ്ത്രീമാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇത്രയും കർശനമാണ് നിയമം. നമ്മൾ പാലിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബം സുരക്ഷിതമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കും. ചില വിവാഹവേദികളിൽ നിവൃത്തികേട് കൊണ്ട് കയറി ചെല്ലാണ്, പറയാതെ വയ്യ. ചില വിവാഹവേദികളിൽ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകളാണ് സദസ്സിൽ മുഴുവൻ, പിന്നിലാണ് പുറകിലാണ് പുരുഷന്മാർ. എത്ര പുരുഷന്മാരും അന്യപുരുഷന്മാരും സ്ത്രീകളും അവിടെ ഷെയ്ഖാൻഡ് കൊടുക്കുന്നുണ്ട്. ഇതാണോ നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്? ഹബീബായ തങ്ങൾ ഒറ്റ പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെയും കയ്യിൽ സ്പർശിച്ചിട്ട് പോലുമില്ല എന്ന്. ആ ഹബീബായ തങ്ങളുടെ അനുയായികളായ നമ്മൾ വിവാഹവേദികളിൽ പങ്കെടുക്കുമ്പോൾ അന്യ പുരുഷനെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഷെയ്ഖാൻഡ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. യാതൊരു അന്തരവുമില്ല, വ്യത്യാസങ്ങളുമില്ല. സ്ത്രീയും പെണ്ണും കൂടിക്കലർന്നിരിക്കുന്നു. എന്നാ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒരാണടുത്തുണ്ടാകുമെന്ന് വിചാരിച്ചാൽ അവിടെയും പെണ്ണ് വന്നിരിക്കുന്നു. മഅദല്ലാഹ്, എന്ത് വലിയ ദുരിതമാണിത്. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ ഓടി കയറിയപ്പോ പരമാവധി നോക്കും, ഇവിടെ പെണ്ണാണോ ആണാണോ നോക്കിയിട്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കയറിയിട്ട് ട്രെയിനിൽ ഒഴിഞ്ഞ സീറ്റുണ്ട്, ആ സീറ്റിന്റെ അറ്റത്ത് ഒരു പാന്റ് കുപ്പായ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാളിരിക്കുന്നുണ്ട്. ഏതായാലും ആണാണല്ലോ വെച്ചാൽ അവിടെ എടുത്ത് ഓടിപ്പോയിരുന്ന ബാക്കി സീറ്റിലൊക്കെ ആള് ഫുള്ളാ. ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോ പടച്ച റബ്ബേ, ഇത് പെണ്ണാ, ആണാണോ പെണ്ണാണെന്നോ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ പെണ്ണ് വിചാരിച്ചിട്ടുണ്ട് ഈ മൗലിയർ എന്താ എന്റെ അടുത്ത് ഓടി വന്നിരിക്കണം, നമുക്കിത് ആണാണെന്ന് പെണ്ണാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. ഇത്രയും അകപ്പതിച്ചു പോയിരിക്കാണ്. ഈ കാലഘട്ടത്തിൽ ഈമാൻ പിടിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നമ്മൾ അല്ലാഹുവിന്റെ പാർശ്വം, അല്ലാഹ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം, മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ ഈമാൻ കിട്ടൂല സമുദായമേ. അല്ലാഹു നമ്മുടെ സമുദായത്തെ